അഖിൽ മാരാറിന്റെ നിലപാട് മാറ്റത്തെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അദ്ദേഹം അതിന് കൂട്ടുപിടിക്കുന്നത് രാഷ്ട്രപിതാവിനൊക്കെയാണ്. മഹാത്മാഗാന്ധി അങ്ങനെ പല കാലഘട്ടങ്ങളിൽ പല പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. സത്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ചിലപ്പോൾ നിലപാടുകളൊക്കെ മാറേണ്ടി വരും എന്നാണ് മാരാർ പറയുന്നത്. അല്ല, ഇതിലാകെ പറയാനുള്ളത് ഗാന്ധിജിയൊന്നും കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അവനവന് കുറച്ച് ചില്ലറ കിട്ടിയില്ല, ആ ചില്ലറ കിട്ടാത്തതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, മാറി. കാരണം പുള്ളിയുടെ ഒരു വോയിസ് ക്ലിപ്പ് കൃത്യമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. ആ വോയിസ് ക്ലിപ്പിൽ പുള്ളി തന്നെ പറഞ്ഞേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കിറ്റക് സാബുന് 40 കോടി രൂപ കിട്ടി, അപ്പൊ 40 കോടി രൂപ കിട്ടുമ്പോൾ അതുവഴി എനിക്കും കിട്ടുമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് ജീവിക്കണം, അതിന് പണം വേണം, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഇത് വേണം എന്നൊക്കെയാണ് പുള്ളി വിചാരിച്ചത്. അപ്പൊ അതൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് പുള്ളി വിട്ടു. പിന്നെ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജിയെ കൂട്ടുപിടിക്കുന്ന ഒരു 1.5 പണിയാണ് പുള്ളി കൊടുക്കുന്നത്. കാരണം ഗാന്ധിജി ഒരിക്കലും മറ്റേ ബിഗ് ബോസിൽ പങ്കെടുക്കുകയും ബിഗ് ബോസിൽ പോകുന്നത് ലുലു മാളിൽ വന്ന് തുണിപൊക്കി കാണിക്കുന്നതിന് തുല്യമാണെന്നൊന്നും ഗാന്ധിജി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഗാന്ധിജിയൊക്കെ വിട്ടേക്ക്. പുള്ളി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഓന്തുകളെ പോലും നാണിച്ചു പോകുന്ന രീതിയിൽ അദ്ദേഹം 1 മിനിറ്റിൽ 4 നിലപാടുകൾ എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വളരെ കൃത്യമായിട്ട് 2-3 തവണ വായിച്ചു. കാരണം അതിൽ അദ്ദേഹം പറയുന്നത് സത്യത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോകുന്നതെന്നാണ്. സത്യത്തിനൊപ്പമൊന്നുമല്ല, എല്ലാ ചില്ലറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കോടികൾ ഉണ്ടാക്കുന്നുണ്ട്, ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ലക്ഷങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെ ഉണ്ടാക്കണം? ഇപ്പൊ പുള്ളിക്ക് വരുമാനമൊന്നുമില്ല. പുള്ളി പറഞ്ഞാൽ കറക്റ്റാണ്. മറ്റേ പതിയെ ബെൻസ് വിൽക്കാന്ന് പറഞ്ഞാൽ പതിയെ വിൽക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ പെട്ടെന്ന് വിൽക്കാവുന്ന കാര്യമുള്ളൂ ബെൻസ്. അത് പുള്ളി 18 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ചു, അത് 10 ലക്ഷം രൂപ വിറ്റു. പിന്നെ പുള്ളി പറയുന്നത് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് മറ്റേ തെരഞ്ഞെടുപ്പിന് ചെലവാക്കിയ മുഴുവൻ പണവും കൃത്യമായിട്ട് തിരിച്ചു തന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരാള് തെരഞ്ഞെടുപ്പിന് നിന്നിട്ട് സ്വന്തമായിട്ട് 1 രൂപ പോലും ചെലവാക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും ചെലവാക്കി. പിന്നെ അതിൽ കൂടുതൽ പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത്? പുള്ളിക്ക് ഉള്ള ചെലവ് അവരെടുക്കണമെന്നോ? യഥാർത്ഥത്തിൽ ഈ പുള്ളി വിട്ടുപോയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ കിറ്റക് സാബു പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു ശബ്ദരേഖ ഉണ്ട്. ഈ അഖിൽ ബാരാറിനെ അല്ല, കിറ്റക് സാബു കൊടുത്തേക്കുള്ള ഒരു ബൈറ്റ് ഉണ്ട് ഒരു ചാനലില്. അതിൽ കിറ്റക് സാബു പറഞ്ഞിട്ടുണ്ട്, നമുക്കല്ലെങ്കിലും ഇപ്പൊ ഒരു അത്യാവശ്യമുള്ള പണം എന്തെങ്കിലും കൊടുക്കുക, ചിലര് സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി അവരുടെ GST അടക്കുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് നമുക്ക് അവരുടെ ചെലവുകൾ, അതായത് മാസം ശമ്പളം പോലെ എമൗണ്ട് കൊടുത്തുകൊണ്ട് അവരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല. ഈ മറ്റേ അഖിൽ മാരാരൊക്കെ ഉദ്ദേശിച്ചത് 5 ലക്ഷം 10 ലക്ഷം രൂപ മാസം കിട്ടിയാൽ പുള്ളി ചെറുതായിട്ടൊന്ന് ജനസേവനം ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ജനസേവനം ചെയ്യാനാണെങ്കിൽ ഇപ്പൊ ഗൗതം തയ്യാറാവും, എല്ലാവരും തയ്യാറാവൂലേ? അതിനുവേണ്ടി അഖിൽ മാരാരുടെ ആവശ്യമില്ല. പിന്നെ അഖിൽ മാരാരി ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ, അഖിൽ മാരാരി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ജനസേവനം ചെയ്യണമെങ്കിൽ അധികാരം വേണം, അധികാരമില്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയൊന്നുമില്ല അഖിൽ മാരാരി തന്നെ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ലല്ലോ, അതൊക്കെ അദ്ദേഹം ജനസേവനം ചെയ്തതാണ്. അപ്പൊ ഈ വലിയ വലിയ വാചകമൊന്നും അടിക്കണ്ട. എനിക്ക് കൊട്ടാരക്കര സീറ്റ് വേണമായിരുന്നു, അത് കിട്ടിയില്ല. കിട്ടാതെ പുള്ളി എന്ത് ചെയ്തു, മറ്റേ ഇവിടെ വന്ന് നിന്നു. എവിടെ? നമ്മുടെ തൃക്കാക്കരയിൽ വന്ന് നിന്നു. തൃക്കാക്കരയിൽ ശരിക്കും BJPയുടെയും 2020യുടെയും വോട്ടുകൾ കൂട്ടിച്ചേർത്ത് 29,000-ഓളം വോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഒരു 21,000 വോട്ട് കിട്ടി. പക്ഷെ എന്നെ സംബന്ധിച്ചത് അത്ഭുതമാണ്, 21,000 കിട്ടിയല്ലോ. കാരണം 8,000 വോട്ടല്ലേ കുറഞ്ഞുള്ളൂ, ബാക്കിയുള്ളതെങ്കിലും പുള്ളിക്ക് കിട്ടിയല്ലോ. അപ്പൊ അത്തരത്തിൽ ആളുകൾ, ഈ പാവം പിടിച്ച ആളുകൾ ഈ നാട്ടിലുണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇതില് അഖിൽ മാരാര് വിചാരിച്ചിരുന്നത് ഇവിടെ നിന്ന് ജയിക്കും, MLA ആകുമെന്നൊക്കെയാണ്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും ഗംഭീരമായ അഖിൽ മാരാരിനെ കുറിച്ച് പറഞ്ഞത് പിഷാരടിയാണ്. അഖിൽ മാരാര് ഇന്നൊരു അഭിപ്രായം പറഞ്ഞാൽ നമ്മളൊന്ന് 1 കൊല്ലം വെയിറ്റ് ചെയ്യുക, അതിനിടയ്ക്ക് എത്ര തവണ മാറ്റി പറയുമെന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്താൽ പോരെന്ന് ചോദിച്ചു. അപ്പൊ അതാണ് യാഥാർത്ഥ്യമുള്ളത്. പിന്നെ എന്റെ വിശ്വാസത്തിൽ അഖിൽ മാരാർ ഇപ്പൊ സമാജ്വാദി പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അവിടേക്ക് പോകും. ഉത്തർപ്രദേശിലെ ഇപ്പൊ അടുത്തവണ ഇലക്ഷൻ അല്ലേ, അപ്പൊ അവിടെ പോയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു ചെറിയ MLA സ്ഥാനം അടിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അഖിലേഷ് യാദവിന് എന്തെങ്കിലും ചില്ലറ കിട്ടും എന്നൊക്കെയാണ് പുള്ളി വിചാരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ 10-36 MP മാരുണ്ട്, അപ്പൊ പ്രബലമായിട്ടുള്ള ഒരു കക്ഷിയായി മാറും. അപ്പൊ അതിന് പുള്ളിക്കുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് വെച്ചാൽ കയ്യിലുള്ള ബെൻസ് വിറ്റിട്ട് പുള്ളി ഇനി ഒരു സൈക്കിൾ എടുക്കണമെന്നുള്ളതാണ്. കാരണം അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നം സൈക്കിളാണ്. അപ്പൊ സൈക്കിൾ എടുത്തിട്ട് പുള്ളി അത് ചവിട്ടിക്കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, മറ്റേ ഉത്തർപ്രദേശിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. കൂടാതെ കയ്യിലൊരു മൈക്കും ഒരു കോളാമ്പി എടുത്തു വെച്ചിട്ട് പുള്ളി എന്ത് ചെയ്യും, പ്രസംഗിച്ചുകൊണ്ടായിരിക്കും പോകുക എന്നുള്ളതാണ്. ഈ പുള്ളിനെയൊക്കെ, ഇതുപോലെയുള്ള ആളുകളെയൊക്കെ ഉയർത്തി കാണിക്കാൻ ഈ നാട്ടിലെ ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ സുഹൃത്തായിട്ടുള്ള വലിയൊരു ജേർണലിസ്റ്റ് തന്നെ, അദ്ദേഹം ഒരു ഓൺലൈൻ പോർട്ടലൊക്കെ നടത്തുന്നതാണ്. പുള്ളി ഇയാളെ കുറിച്ച് പുകഴ്ത്തുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നിയിട്ട് പലവട്ടം. ഭയങ്കര മിടുക്കനാണ്, ഗംഭീരനാണ്, ഇതാണ്.
എന്റെ പൊന്നു സുഹൃത്തെ, ഈ ഉള്ള ചില്ലറ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസങ്ങൾ മാത്രമാണ് ഈ കാണിക്കുന്നത്. അഭ്യാസിയാണ് അതിന് തെറ്റൊന്നുമില്ല. മിടുക്കനായ അഭ്യാസി. മെടുക്കനല്ല, അഭ്യാസിയാണ്. കാരണം വെച്ചാൽ വിവരമില്ലാത്ത, ശരിക്കും പറഞ്ഞാൽ അത്ര മെടുക്കനല്ലാത്തൊരു അഭ്യാസമാണ്. മെടുക്കനാണെങ്കിൽ ഇതിനകത്ത് നിൽക്കുമല്ലോ. മെടുക്കനായ അഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സന്ദീപ് വാര്യരൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയാണ്. കാരണം അവരൊക്കെ ഒരു ഇടം കണ്ടെത്തിയല്ലോ. ഇത് ഇടം കണ്ടെത്താനൊന്നും പറ്റില്ല. ഇത് പുള്ളി വിചാരിച്ച ആദ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാന്ന പുള്ളി വിചാരിച്ച. ഐഷ പോറ്റി വന്നപ്പോ പുള്ളി ഞെട്ടി. പിന്നെ ഐഷ പോറ്റിക്ക് ശരിയാണ് ഫോളോവേഴ്സ് ഒന്നുമില്ല, പക്ഷെ ഐഷ പോറ്റിക്ക് വോട്ട് കിട്ടുമെന്ന് കോൺഗ്രസിന് അറിയാം. പിന്നെ പിന്നെ പുള്ളി പറയണത് ഇതിലേക്ക് വന്നതുകൊണ്ട്, അടുത്ത മണ്ഡലത്തിൽ ഒന്നാച്ച് പുള്ളി പറയുന്നത് ഇതിലേക്ക് വന്നതുകൊണ്ട് പുള്ളിക്ക് വരുമാനം നിന്നു എന്നാണ്. എന്റെ പൊന്നുകേത്, ഇതിലേക്ക് വന്നുകൊണ്ടൊന്നും അല്ല വരുമാനം നിന്ന്. ഈ ബിഗ് ബോസിൽ പോയി ഫസ്റ്റ് കിട്ടി എത്രയോ പേരെ നമുക്കറിയാം, അല്ലെങ്കിൽ അതിലൂടെ ഫേമസ് ആയ ആളുകളൊക്കെ നമുക്കറിയാം. അവർക്കൊക്കെ 1 കൊല്ലം 6 മാസത്തെ ലൈഫ് സ്പാനേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അതിനകം ഒരു 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ കൊടുത്ത് കുറെ ഉദ്ഘാടനത്തിനൊക്കെ ക്ഷണിക്കും. മനസ്സിലായി? അല്ലാതെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവരാരും മൈൻഡ് ചെയ്യില്ല. ഇപ്പൊ തരികിട സാബു ജീവിക്കുന്നുണ്ട്. തരികിട സാബു വേറെ പ്രൊഡക്ഷൻ ഹൗസും കാര്യങ്ങളും ഒക്കെ വേറെ നേരത്തെ ബിസിനസ് ഉണ്ടായതുകൊണ്ടും കുറച്ച് വിവരം ഉള്ളതുകൊണ്ടാണ് അവൻ ജീവിച്ചു പോണത്. അതല്ലാതെ ഇപ്പൊ വേറെ ഈ പറയുന്ന റോബിൻ എന്താ വരുമാനമുള്ളത്? ഓക്കെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രജിത് കുമാർ എന്ന് പറഞ്ഞൊരു പുള്ളി, ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അതായത് രജിത് കുമാർ എന്റെ പറയാണ്, ഞാൻ ഇനി ജോലി രാജിവെച്ച്, പുള്ളി ഗവൺമെന്റ് മറ്റേ കോളേജ് ലെക്ചറാണ്. പുള്ളി പറഞ്ഞത് ഞാൻ ജോലി രാജിവെച്ച് ഫുൾ ടൈം സാമൂഹ്യ പ്രവർത്തനത്തിന് അങ്ങനെയാണ്, സിനിമയിൽ അഭിനയിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞ് 1-2 സിനിമ കിട്ടി. അത് കഴിഞ്ഞ് എവിടെ സിനിമ കിട്ടും? ആ പ്രോഗ്രാമിന് പോകുന്നതിൽ ആകെ കുഴപ്പമില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ കയ്യിലും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ബിഗ് ബോസ് ഇനി 5 ബിഗ് ബോസ് പൊളിഞ്ഞാലും പുള്ളിക്ക് പ്രശ്നമില്ല. കാരണം പുള്ളി വന്ന് സിനിമയിൽ അഭിനയിച്ച സിനിമ വിജയിക്കും. കാരണം അഭിനയിക്കാനുള്ള എടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്കൊക്കെ പറ്റിയ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ ഇതിന്റെ എന്റെ മോൾ ഷൈൻ മീഡിയ എന്നൊക്കെ പറയുന്ന മീഡിയയും ഇത് സക്സസ്ഫുൾ ആക്കാൻ നിരവധി കാര്യങ്ങൾ ചെയ്യും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ എയർപോർട്ടിൽ വരുമ്പോൾ ഇവരെ കാത്തുനിൽക്കുന്നവരൊക്കെ യഥാർത്ഥത്തിലുള്ള ഫാൻസ് ആണെന്നാണോ താങ്കൾ വിചാരിച്ചത്? 1000 രൂപയും മറ്റേ ചെലവും കൊടുത്താലാണ് തൽക്കാലത്തെ മണിക്കൂറത്തേക്ക് കൃത്യം പെർ ചാർജ് കൊടുത്തിട്ടാണ് അവർ എത്ര. പിന്നെ ഈ വേണമെങ്കിൽ കൃത്യമായിട്ട് താങ്കൾക്ക് അറിയണമെങ്കിൽ അഖിൽമാരാര് ബിഗ് ബോസ് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം കൊട്ടാരക്കരക്ക് എത്തി പാതിരാത്രി 12 മണിക്ക്. ഈ 12 മണിക്ക് എത്തുമ്പോ 1000കണക്കിന് ആളുകളാണ് കൊട്ടാരക്കരയിൽ വെയിറ്റ് ചെയ്തിരുന്നത്. എന്തിന് വെയിറ്റ് ചെയ്തിരുന്ന? എന്താ വെച്ചാൽ ഈ ഷോയുടെ വിജയത്തിന് വേണ്ടിയാണ്. കാരണം ഇങ്ങനെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്താൽ ആ ഷോ ആളുകൾ കാണുള്ളൂ. മനസ്സിലായി? അങ്ങനെ ഷോ ആളുകളെ കാണിപ്പിക്കുക, അല്ലാതെ അതിൽ നിന്ന് കോടികൾ വരുമാനം ഉണ്ടാക്കുക. അല്ലാതെ 40-50 കോടി രൂപയുടെ ഒരു ഷോയാണ്. അപ്പൊ ഷോ ഭയങ്കരമായി ഇൻവെസ്റ്റ് ചെയ്താലേ വിജയിക്കുള്ളൂ. ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖിൽമാരാര് കൊട്ടാക്കരക്കരയിൽ ചെന്നിട്ട് ഒരു ബോഞ്ചം ഒരു നാരങ്ങളുള്ള ഒരു പഴവും കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കടക്കാരനോട് ആരാണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. പിന്നെ പുള്ളി വിചാരിക്കുന്ന എല്ലാ ഈ തൃക്കാക്കരയൊക്കെ തന്നെ വല്ല അവകാശവാദങ്ങളായിരുന്നു. അത് RSSകാർ വന്നിട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവൻ ജയിച്ചേക്കുമെന്ന് എന്ത് ചെയ്തു പറഞ്ഞ്. പിന്നെ മറ്റേ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ആളുകൾ, അതായത് പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് തൃക്കാക്കര. അതുകൊണ്ട് തൃക്കാക്കര എനിക്ക് ഏറ്റവും മികച്ച മണ്ഡലമാണെന്നൊക്കെയാണ് പറഞ്ഞയച്ചത്. 10 ദിവസം മുമ്പ് വരെ. ഇപ്പൊ പുള്ളി പറയണത് എനിക്ക് കൊട്ടാരക്കര തന്നില്ല, അത് കഴിഞ്ഞ് ഞാൻ തൃപ്പൂണിത്തുറ ചോദിച്ചപ്പോ തൃപ്പൂണിത്തുറയും തന്നില്ല, ഏറ്റവും ഒടുവിലാണിത് എന്നൊക്കെ. അപ്പൊ ഞാൻ അടിക്കടി നിലപാട് മാറ്റുന്ന ഒരു പ്രത്യേക ഒരു ഗുണകരമായ ഒരു സംഗതിയായിട്ടാണ് അഖിൽമാരാർ കാണുന്നത്. കാരണം മഹാത്മാഗാന്ധി അത് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. മഹാത്മാഗാന്ധി കുറച്ചാള് ബ്രിട്ടീഷുകാരനൊപ്പം, കുറച്ചാള് ഇന്ത്യയുടെ ഒപ്പം, കുറച്ചാള് സ്വാതന്ത്ര്യ സമര സേനത്തിനൊപ്പം. രാഷ്ട്രപിതാവിന്റെ ഈ വാചകങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അഭിപ്രായങ്ങൾ മാറുന്നത് സാഹചര്യത്തോടും സത്യത്തോടും ചേർന്നുകൊണ്ടാണ്. ഏത് വിഷയത്തിലായാലും ഞാൻ സത്യത്തോട് ചേർന്ന് നിന്ന് സംസാരിക്കും. 3 വർഷം നിങ്ങൾ എന്നെ സംഘി എന്നാണ് വിളിച്ചത്. എന്നിട്ടും ഞാൻ എന്താ BJP-യിൽ ചേരാത്തതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? മത്സരിക്കാൻ ഞാൻ എന്തുകൊണ്ട് സ്വതന്ത്ര ചിഹ്നം തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചാൽ മനസ്സിലാകും അഖിൽമാരാർ നിലപാട് മാറ്റിയോ ഇല്ലയോ എന്ന്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്തൊക്കെ വെളിവില്ലായ്മയാണ്. തെറ്റുകളെ ചോദ്യം ചെയ്യണമെങ്കിൽ അധികാരം വേണം. എന്തിന് ഈ അഭിജിദ്ദിക്കൊക്കെ എന്തെങ്കിലും അധികാരം ഉണ്ടായിരുന്നു? മഹാത്മാഗാന്ധിയുടെ കയ്യിൽ എന്തെങ്കിലും അധികാരം ഉണ്ടായിരുന്ന? പാവങ്ങൾക്ക് വേണ്ടി ഇടപെടണമെങ്കിൽ അധികാരം വേണം. എന്റെ പൊന്ന അഖിൽമാരാരെ, മാരാരി ഇവിടെ ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യവും വേണ്ട. മാരാരി സത്യം പറഞ്ഞ് ഇവിടെ നിന്നെങ്ങാനും വോട്ട് കുറച്ച് കൂടുതൽ മേടിച്ചാൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് തൃക്കാക്കരയായിരുന്നു. ഞാൻ അവിടെ നിന്ന് മാറണമെന്ന് വിചാരിച്ചാൽ എങ്കിൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ പോലെ ആസാമിലോ ഇവിടെ എവിടെയെങ്കിലും പോയി കൂലിപ്പണി എടുത്തിരിക്കുക. വിവാഹശേഷം, ഇത് പുള്ളിയുടെ അടുത്ത വാചകമൊക്കെ ഉണ്ട്, വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മർദ്ദനമേൽക്കുന്ന മകളോട് അവളുടെ അമ്മ പറയും, നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണേ, ഇങ്ങോട്ട് വന്നാൽ കുടുംബത്തിന് നാണക്കേടാണ്, കുറച്ചൊക്കെ നമ്മൾ പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് അടിസ്ഥാന മലയാളി മനസ്സ്. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതി സ്വയം നശിക്കാൻ തയ്യാറാണ്. എന്നെ ചതിച്ച് ഒരുത്തന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നിൽക്കില്ല. വേണ്ട.
മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് എന്റെ വിഷയമേ അല്ല. എനിക്ക് ശരി എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. പിന്നെ ബ്ലാ 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 അടിക്കുന്നുണ്ട്. പിന്നെ തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആയിട്ടാണ് അടുത്ത പുള്ളിനെ കമ്പയർ ചെയ്യുന്നത്. ആദ്യം RSS, പിന്നെ TRS, പിന്നെ സ്വതന്ത്രൻ, പിന്നെ TDP. പക്ഷെ അവരൊന്നും ഒരു മിനിറ്റിൽ 4 അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇത് പുള്ളി ഒരു മിനിറ്റിൽ 4 അഭിപ്രായമാണ്. പിന്നെ ഈ നിലപാടിൽ പിന്നെ അടുത്തതാണ് ഏറ്റവും മനോഹരമായിട്ട് സത്യം ആരുടെ, ഇത് ഞാൻ എഴുതിയെടുക്കണോട്ടോ, എഴുതിയെടുത്ത് എനിക്ക് പ്രിന്റ് ചെയ്ത് നോക്കണം. സത്യം ആരുടെ പക്ഷത്താണോ അവരുടെ ഒപ്പമാണ് ഞാൻ. സത്യത്തിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല. എന്റെ പൊന്ന അഖിൽമാരാർ, ഇത്രയൊന്നും ഡെക്കറേഷൻസിനൊന്നും ആവശ്യമില്ല. ഇത്തിരി ചില്ലറ കിട്ടും, കുഴപ്പമില്ലാതെ എന്ത് ചെയ്യാം, ജനത്തിന് ഒരു അധികാരം കിട്ടുമെന്ന് വിചാരിച്ച് പാർട്ടി ചേർന്നു. അത് രണ്ടും മാരാർ BJP ചേരും. ഏതാ മാരാർ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട്, നിങ്ങളെന്നെ ഇത്രയും കാലം സംഘി എന്നാണ് വിളിച്ചത്, ഞാൻ എന്തുകൊണ്ട് BJP പോയില്ല? അവര് സീറ്റ് കൊടുത്തില്ല. അവര് കൊട്ടാരക്കര സീറ്റിന് വേണ്ടി ചെന്നു. അപ്പൊ അവര് പറഞ്ഞില്ല കൊട്ടാരക്കരയിലെ സീറ്റില്ല. കാരണം കൊട്ടാരക്കരയില് അതിനു മുമ്പ് കോൺഗ്രസ് കൊട്ടാരക്കരയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ക്യൂവിന്റെ ഏറ്റവും മാരാർക്ക് മനസ്സിലായില്ല. മാരാര് ചോദിച്ചാൽ മാരാര് ഒരു വലിയ സംഭവം എന്നാണ് പാവം മണ്ടൻ മാരാര് വിചാരിക്കുന്നത്. കാരണം അതിന്റെ പല ഉദാഹരണങ്ങളുണ്ട്. മാരാര് ഗൗതം തന്നെ ഒന്ന് ആലോചിച്ചു. ഗൗതത്തിന്റെ ഇപ്പൊ അഭിപ്രായമായി പേടിയുണ്ട്, എന്നെ പോലെയല്ല, പേടിയുള്ളതുകൊണ്ട് പറയണ്ട. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, മൈത്രേയന 15 മിനിറ്റ് അടിച്ച് മടക്കി കൈ കൊടുക്കാന്നാണ്. എന്റെ പൊന്ന് ഗൗതം, ഒരു വിരല് മടക്കാൻ പറ്റുമോ മൈത്രേന്റെ? മൈത്രേയ വിളക്കിടക്കള് മാരാരെ വിളക്കിടക്കള് വെറുതെ ബ്ലാ 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 വായിട്ടടിക്കാന്നല്ലാതെ എന്ത് ചെയ്യണത്? കുറച്ച് പേര് പുള്ളിക്ക് പറ്റിയത് എന്താ വെച്ചാൽ, പുള്ളിക്ക് തോന്നുന്നു കുറച്ച് നാളെ കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു തോന്നി നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ പിണറായി വിമർശിക്കലാണ്. അപ്പൊ ഇവിടെ വലിയ മൈലേജ് കിട്ടുമെന്ന് തോന്നി പുള്ളി പിണറായിക്കെതിരെ കുറെ തെറ്റായ കണക്കൊക്കെ ആയിട്ട് വന്നു. ആ കണക്കൊക്കെ ആയിട്ട് വന്നപ്പോ ഇതുപോലെ സോഷ്യൽ മീഡിയയിലെ വായിട്ടടിക്കുന്നവരൊക്കെ ഈ പുള്ളീനെ എടുത്തങ്ങ് ഉയർത്തി. അവരായുധം എന്നുള്ളവർക്ക് മാരാരെ ഉപയോഗിച്ചതാണ്, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു തേങ്ങയില്ല. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു മൈത്രേയൻ എന്ന് പറയുന്ന ഒരാള് ഹാഷ്മി താജ് ഇബ്രാഹിം ആയതുകൊണ്ടാണ് പുള്ളി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ഞാൻ അടിച്ചു മടക്കി. എന്തൊരു വിവരക്കേടാണ് ഇഷ്ടം പറയണത്. മൈത്രേയന്റെ ഞാൻ പറഞ്ഞ പോലെ ഒരു വിരല് മടക്കാൻ പറ്റും പുള്ളി. മൈത്രേയോട് ചോദിച്ചപ്പോൾ മൈത്രേയനാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത്. ആരാണ് അയാൾ ചോദിച്ചു, ആരാണ് എങ്കിൽ വേറെ എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല, ഈസ് നത്തിങ്. പിന്നെ ഞാൻ എന്തിനാണ് അയാളെ കുറിച്ച് എന്ത് ചെയ്തു? ഇവരെ മുമ്പിൽ ഒരുമിച്ചിരുത്തേണ്ടതാണ്. അല്ല, ഒരുമിച്ചൊന്നും ഇരിക്കാൻ പറ്റി ഒരു സംവാദത്തിന്. എന്റെ പൊന്ന് മാരാറിനെയും സംവാദത്തിന് ഒരുമിച്ചിരുത്താൻ ഒരിക്കലും പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈത്രേയൻ വേറൊരു റേഞ്ചാണ്, പുള്ളി വേറൊരു റേഞ്ചാണ്. എന്താണ് ഈ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, മൈത്രേനുമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ, എന്താ മാരാർക്കുള്ള പ്രശ്നം എന്താ? ഒരു പ്രശ്നമില്ല. മാരാര് നോക്കി ജനകീയ കോടതി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് 24 ന്യൂസിൽ. ആ പ്രോഗ്രാം കണ്ടപ്പോ പുള്ളിക്ക് തോന്നിന്ന്, ഞാനാണെങ്കിൽ മൈത്രേയനെ ഞാൻ 2 മിനിറ്റ് കൊണ്ട് അടിച്ചു മടക്കിയാണ്. എന്റെ പൊന്ന് ഗൗതം, മൈത്രേയനൊക്കെ വായിച്ചിട്ടുള്ള ബുക്കുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും പുള്ളി എന്ത് ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിക്ക് കുറച്ച് ഈ പറഞ്ഞ സ്വന്തം കാര്യം നോക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടെന്നാണ് ഞാൻ. അടിച്ചിടുമായിരിക്കും, അത് ശരിയാ, പുള്ളിയുടെ ഇതുകൊണ്ട്. അത് അടിച്ചിടും, ചിലപ്പോ വല്ല വടിയൊക്കെ എടുത്ത് അടിച്ചിടും, വടിയൊക്കെ എടുത്ത്. അല്ല, അങ്ങനെ സൈസ് ഒന്നും കൊണ്ട് പറ്റുമൊന്നുമില്ല. കാരണം അതിനൊക്കെ മറ്റേ മൈത്രേയന്റെ മൈൻഡൊക്കെ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് മൈത്രേയൻ ഫിറ്റാണ്. ഇപ്പോൾ ഈ പ്രായത്തിൽ പോലും മൈത്രേയൻ കറക്കുട്ടി അടിച്ചിട്ടേക്ക് പുള്ളി താഴെ വീഴും. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞാൽ പല ഇട്ടടിയൊക്കെ അടിക്കുമായിരിക്കും പുറകീതൊക്കെ. മൈത്രേയൻ പോകുമ്പോൾ അടിച്ച് മടക്കുമായിരിക്കും. അതും പറയണ രണ്ടുപേരെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്നും മൈത്രേയനെ അപഹസിക്കുന്നു, താങ്കൾ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിലാണെങ്കിൽ കുഴപ്പമില്ല മൈത്രേയൻ നോക്കിയിട്ട് കയറുന്നത്. മൈത്രേയൻ പുള്ളി ആരാണെന്നെങ്കിലും മൈത്രേയൻ സത്യത്തിൽ അറിയില്ല. കാരണം മൈത്രേയൻ ബിഗ് ബോസ് പോലെയുള്ള അവിഞ്ഞ അളിഞ്ഞ പരിപാടി ഒന്നും ചെയ്യാറില്ലല്ലോ, കാണാറില്ല. അതുപോട്ടെ. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ പറഞ്ഞുകൊണ്ട് കാശിട്ടി ചിലപ്പോൾ ഞാൻ പോകട്ടെ, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈത്രേയൻ പറയുന്ന അടുത്ത ബാധ്യത ഒന്ന്, മൈത്രേയനെ അടിച്ച് തകർക്കാൻ ആർക്ക് പറ്റാത്തതില് ഹാഷ്മി താജ് ഇബ്രാഹിമിനെ പറ്റാത്തതിൽ. പിന്നെ പിണറായിക്കെതിരെ കുറെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മുഴുവൻ കണക്കും തെറ്റാണ് പറഞ്ഞേക്കണം. മുഴുവൻ കണക്കും തെറ്റാണ്. ഒരു കാര്യത്തെ കുറിച്ച് ഒരു വിവരമില്ല. പക്ഷെ ആകെയുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഭയങ്കര സൂപ്പറാണ് എന്ന് പറയുന്ന തോന്നല് പുള്ളിക്കുണ്ട്. പക്ഷെ കുറച്ച് ആരാധകരും ഉണ്ട്. ഏതാ എന്റെ ഗൗതം, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആരാധകരും ഇല്ല. ഇപ്പൊ ഈ റോബിന് ആരാധകരുണ്ടായിരുന്നു. ഞാനിത് വളരെ റോബിനൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞുതരാം ഗൗതത്തിനോട്. 8 ബിഗ് ബോസ് സീസണെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. താൽക്കാലികമായി ഒരു ഹൈപ്പ് ഉണ്ടാക്കും, അപ്പൊ അതിൽ പെട്ട് കുറെ പേര് വരും. റോബിൻ, ദിൽഷ, പേളിമാണി,
സാബു, ഇനി എത്ര പേരുടെ പേര് വേണം? ഞാൻ ഈ പ്രോഗ്രാം മൊത്തം കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ ഗൗതം ചോദിക്കും എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, അവിഞ്ഞ പരിപാടിയൊക്കെ കാണാറുണ്ട്. ഞാൻ അതിന്റെ പരിപാടി കാണാറുണ്ട്. കാരണം വെച്ചാൽ ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, ഞാൻ ഈ പരിപാടി കണ്ടത് മാത്രമല്ല, ഈ ബിഗ് ബോസ് ഇത് നമ്മൾ നടത്താൻ ഏൽപ്പിക്കുന്ന കമ്പനിയുടെ ഹെഡുകളുമായി ഞാൻ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. കാരണം അവരിത് എങ്ങനെയാണ്, അതായത് ശരിക്കും ആളുകൾ അങ്ങോട്ട് വിട്ടിട്ട് ഇത് എങ്ങനെയാണ് അവർക്ക് വേണ്ട രീതിയിൽ ഇത് പരിമപ്പെടുത്തുന്നത്, ഇതിന്റെ പിന്നിൽ ഒരു ഗംഭീര മാർക്കറ്റിംഗ് ഉണ്ട്. ആ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടും പോലും ഞാൻ തൃശ്ശൂർ വെച്ചിട്ട് അതിൽ പങ്കെടുക്കുന്ന ഒരു പയ്യനുമായിട്ട് ഞാൻ ഇതുപോലെ ഒരു 20 മിനിറ്റ് എന്ത് ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു. അതിന്റെ മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കാം, ഞാൻ കാണാത്ത കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല, മുഴുവൻ കണ്ടിട്ടുള്ളതല്ല, പക്ഷെ എങ്കിലും ഞാൻ കഴിയുന്നത്ര കാണാറുണ്ട്. അപ്പൊ അങ്ങനെ മുഴുവൻ കണ്ടിരിക്കാൻ പറ്റുമോ? മുഴുവൻ കണ്ടിരിക്കാൻ വലിയ ടഫാണ്. ഞാനിപ്പോ അതുപോലെ കാണാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സീരിയൽ. പക്ഷെ എനിക്ക് 3 മിനിറ്റ് കൂടുതൽ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ വീട്ടിലാരും ഇല്ലാതെ പാതിരാത്രിയൊക്കെ ഇരുന്നിട്ട് ഒരു 3 മിനിറ്റ് അത് സീരിയൽ, പക്ഷെ 2 മിനിറ്റ് തേക്കാൻ പറ്റിയിട്ടില്ല. 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എന്റെ സമനില തെറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ സീരിയലുകൾ ആളുകൾ എന്തുകൊണ്ടാണ് കാണുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അഡിക്റ്റ് ആകുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എന്ത് ചെയ്ത് കഴിച്ചത്. അതുപോലെ ബിഗ് ബോസിന്റെ 8 സീസൺ ഞാൻ ഇവിടത്തെ മാത്രമല്ല കേട്ടോ, ഇവിടെയും കമൽഹാസന്റെ തമിഴ്നാട്ടിലും അതുപോലെ ഹിന്ദിയിലും ഒക്കെയുള്ള സീസണുകളടക്കം ഞാൻ ചില എപ്പിസോഡ്സ് കണ്ടുപോക്കിയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെയുള്ള ആളുകൾ ഹൈപ്പ് ഉണ്ടാക്കുന്ന ഗൗതം വിചാരിക്കുന്ന താൽക്കാലികമാണ്. ഇപ്പൊ ഈ അലറൽ റോബിനും ഒക്കെ വലിയ ആരാധകരുണ്ട് എന്നാണ് വിചാരിച്ചത്. അല്ലെ, കുണ്ട്രയില് പ്രധാനമന്ത്രിയെ കൊണ്ടുവരും. എന്തായാലും മാരാറ് പറയുന്നത് 2020 സാബു തന്നെ ചതിച്ചു എന്നുള്ളതാണ്. പണത്തിന് വേണ്ടിയിട്ടാണ് സാബു എല്ലാം ചെയ്യുന്നത്. അപ്പൊ മാരാറ് പണത്തിന് വേണ്ടിയിട്ടല്ല, ജനസേവനത്തിന് വേണ്ടിയിട്ടാണോ എല്ലാം ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്നത്, സാബു ചതിച്ചോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, എന്റെ ചോദ്യം ഗൗതം കേക്ക്, വെറുതെ വഴിയിലെക്കാണ്ട് നിർണയിച്ച ഒരാളെ പിടിച്ച് കിറ്റക് സാബു സ്ഥാനാർത്ഥിയാക്കി. സാബു ഒരു ചതി ചെയ്തു ജനത്തിനോട്. അതെന്താ വെച്ചാൽ സാബു ഈ മാരാരി, പിന്നെ മറ്റേ നമ്മുടെ ആതിരാടി നായരി, പിന്നെ മറ്റേ ലക്ഷ്മിപ്രിയ, അഞ്ജലി, ഇങ്ങനെ നിരവധി പേരെ, അല്ല അഞ്ജലി ഉൾപ്പെടെ എല്ലാവരെയും ഒരു രാഷ്ട്രീയം അറിയാൻ പാടില്ലാത്ത നിരവധി പേരെ പുള്ളി എവിടെ നിന്നൊക്കെയോ, റോബിനെ പുള്ളിയല്ല ആക്കിയത്, റോബിനെ BJP ആക്കിയത്. റോബിന് ഇതിനേക്കാളും മുതിർന്ന ആളുകളുടെ പണ്ടത്തിലുണ്ട്. റോബിൻ എന്തിനായിരുന്നു? അതും ചതിയാണ്. അല്ല, ഇവരെ പിടിച്ച് എന്ത് ചെയ്തു, സ്ഥാനാർത്ഥിയാക്കി. ജനങ്ങൾക്ക് ബോധമുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്തു. ഇവർക്കൊക്കെ വേറെ പ്രശ്നമുണ്ട്, ഇവർക്കൊക്കെ ഈ ജെൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കും. ഒരു ജെൻസിനെയും ഇവർക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇവരൊന്നും വിചാരിച്ചാൽ നിൽക്കുന്ന ആളുകളല്ല ജെൻസി. ഇല്ലെ പേളി മാണിയൊക്കെ ജെൻസിനെ അട്രാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചാണ് പേളി മാണിയെ കൊണ്ടൊരു പോസ്റ്റ് ഇടിപ്പിച്ചത്. ലാസ്റ്റ് പേളി ശരിക്കും പറഞ്ഞാൽ എയറിൽ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഇതേവരെ പേളി ഇറങ്ങിയിട്ടില്ല. മനസ്സിലായേ? ഒരു 7 ലക്ഷം ഫോളോവേഴ്സ് അപ്പം തന്നെ കുറച്ചു. ലാസ്റ്റ് പേളി വന്ന് കരച്ചിലായിരുന്നു. അതായത് ഇംഗ്ലീഷ് 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ടീച്ചറെ പോലെ വന്ന്, ഞാൻ ഇട്ടേക്കണ പോസ്റ്റ് ഇന്നതാണ്, ഇതിന്റെ അർത്ഥം ഇതാണ്, ഈസ് വാസാണ്, വാസ് ഈസാണെന്നൊക്കെ പറഞ്ഞ് കുറെ കഥയും കവിതയൊക്കെ പറഞ്ഞു. പക്ഷെ ഫോളോവേഴ്സ് തിരിച്ചു വന്നില്ല. ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീഡിയോ കാണുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ ജെൻസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇതുപോലെയുള്ള വേളാങ്കിക്കലൊക്കെ കാണുമായിരിക്കും. പക്ഷെ എന്നും പറഞ്ഞ് അവർ ഇതിന്റെ പുറകെ ഇവർക്ക് എന്തോരം ബോധമുണ്ട്, വിവരമുണ്ടെന്നൊക്കെ അവർക്കറിയാം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഗൗതത്തിനോട് ഞാൻ തിരിച്ചു പറയുന്നു, ഒരു നടൻ വന്ന് മത്സരിക്കാൻ വേണ്ടി നോക്കട്ടെ, മോഹൻലാലോ വന്ന് നോക്കട്ടെ, ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒക്കെ. ഇനി ജയിക്കാൻ സാധ്യത ഇപ്പോൾ 100-ൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം കൂടിയിട്ട് ജയിച്ചേക്കാം. പിൻബലമില്ലാതെ ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് എന്ത് ചെയ്യൂല, ജയിക്കൂല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ആളുകൾക്ക് അറിയാം ഇവരുടെ വിവരത്തെ കുറിച്ചൊക്കെ. അതുകൊണ്ട് ഇവര് മനോഹരമായി ഗംഭീരമായി കുറെ അധികം ആളുകളുണ്ട്. ഇപ്പൊ അപ്പിയോ എന്താ തൊപ്പിയോ, അങ്ങനെ തൊപ്പിയൊക്കെ പക്ഷെ ഇതുപോലെ അല്ലേട്ടെ, വലിയ ഈ കേരളം നേരിടാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നായിരുന്നു. ഞാൻ ഇപ്പോഴല്ല, 3 കൊല്ലം മുമ്പ് ഞാൻ പുള്ളിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം തൊപ്പി ഗൗതം ഇപ്പോഴായിരിക്കും പുള്ളിനെ അറിയണ. ഞാൻ 3-3.5 കൊല്ലം മുമ്പ് പുള്ളി മലപ്പുറത്തൊരു കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞെട്ടിപ്പോയി. കാരണം 12 വയസ്സിനും 18 വയസ്സിനോടൊക്കെയുള്ള പിള്ളേരാണ് ആരാധകരായിട്ടുള്ളത്. ഇല്ലേ ഈ ബുൾജെറ്റ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു പുള്ളിയുണ്ട്. അവരുടെ ഒരു ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ട് കണ്ടതാണ്. ഗൗതം മനസ്സിലാക്കണം, ഞാൻ ഇതുപോലെ പീഡനം അനുഭവിക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് കണ്ടൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും കൂടി, അതായത് ഈ ബുൾജെറ്റ് ബ്രദേഴ്സ് രണ്ടുപേരും കൂടി ചാണാക്കുഴിയിൽ ചാടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ചൊറിയുന്നു എന്ന് പറയുന്നു. എന്നിട്ട് എഴുന്നേക്കുന്നു. എന്നിട്ട് ഇവര് മാഷ എന്ന് വിളിക്കുന്ന ഒരാൾ, അയാളെ യഥാർത്ഥത്തിൽ മാഷാണോ എന്ന് എനിക്കറിയില്ല, ഓസിനടിച്ച് ഇവരെ കുളിപ്പിക്കുന്നു. അതാണ് അരമണിക്കൂറുള്ള ഒരു വീഡിയോയുടെ കണ്ടന്റ്. ഇവരുടെയൊക്കെ മെയിൻ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ റീൽസ് ആണ്. അല്ല, ഇത് അഖിൽമാരാന്റെ ആ കാര്യത്തിൽ സത്യസന്ധന പുള്ളി പറഞ്ഞിട്ടുണ്ട്. നാണം കെട്ടും റീച്ച് ഉണ്ടാക്കിയാൽ റീച്ച് നാണക്കേട് തീർത്തിടും എന്നുള്ളതാണ് പുള്ളിയുടെ മറ്റൊരു പ്രബോധനം.
ഇതുപോലെ മറ്റേ സത്യത്തിന് മതമില്ല ജാതിയില്ല എന്നൊക്കെ പുള്ളി ഇപ്പൊ കണ്ടെത്തിയില്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോഴാണല്ലോ അറിഞ്ഞത് അഖിൽമാരാർ പറഞ്ഞപ്പോൾ. അപ്പൊ അതുപോലെ സത്യത്തിന് ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഇതാണ്. നാണം കിട്ടും റീച്ച് ഉണ്ടാക്കിയാൽ റീച്ച് എന്ത് ചെയ്തോളൂ, നാണക്കേട് മാറ്റിടും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ കാണുന്നത്. പിന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. കിറ്റക് സാബു എന്ത് ചതിയാണ് ഇത്? കിറ്റക് സാബു സത്യം പറഞ്ഞാൽ മത്സരിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവന്നു എന്നൊരു ചതി ജനത്തിനോട് ചെയ്തു, അത് ശരി. അതിനുശേഷം ഇവർ മത്സരിപ്പിച്ചതിന് ശേഷം അവിടെ അവർ ചെലവാക്കി എന്ന് പറയുന്ന ഒരു രൂപയും കൃത്യമായിട്ട് എല്ലാ പണവും തിരിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്ഥലം വിൽപ്പിക്കുകയോ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ എടുക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അഖിൽമാരാരോടൊപ്പം 2 പേര് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഡോക്ടർ ടെറി കഴിഞ്ഞ തവണ മത്സരിച്ചാണ്. പുള്ളിയുടെ ഡോക്ടറേറ്റ് തന്നെ പരിശോധിക്കണമെന്ന് പറയും. ഇനി ഡോക്ടറേറ്റ് ആണെന്ന് എനിക്കറിയില്ല, MBBS ആണെന്ന് അറിയില്ല. എന്താണെങ്കിലും അവർ പരിശോധിക്കണം, കാരണം ഈ പുള്ളൊപ്പം നടന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വേറെ അവിടെ ഉണ്ടായിരുന്ന എബ്രഹാമോ വേറെ ആരോ പുള്ളി ബിസിനസ്സും കളഞ്ഞിട്ട് ഇവന്റെ ഒപ്പം ആണ്. ആ സത്യം പറഞ്ഞാൽ അത് തന്നെ ഒരു അത്ഭുതമല്ലേ? അത് തന്നെ ഒരു അത്ഭുതമാണ്. 2 പേരൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ മാരാരുടെ ഒപ്പം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പിന്നെ മാരാട് അന്ന് തള്ളി തള്ളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും RSSകാർ കുറച്ചുപേര് മറ്റേ പ്രചരണമൊക്കെ കാണാൻ വേണ്ടി വന്ന് രണ്ട് പുള്ളിയുടെ പ്രചരണത്തിൽ കൂടിയിട്ടുള്ള ആളുകളെ കാണുമ്പോഴത്തേക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ പറഞ്ഞു ഇനി ജയിച്ചാലും അത്ഭുതപ്പെട്ടു. പിന്നെ മാരാർ ഇപ്പം ഇറക്കാൻ പോണ സെന്റിമെന്റ്സ് ആണ്. മാരാർ പറയുന്നത് മാരാരുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് പോലും മാരാർക്ക് വേണ്ടി വർക്ക് ചെയ്തില്ല. ഒരു കൗൺസിലർ ഉണ്ടായുള്ളൂ, അയാളും വർക്ക് ചെയ്തില്ല. അവര് ശരിക്കും ചീഫ് മാരാർ വിചാരിക്കുന്നത് എന്താണ്, അതെങ്ങനെ അങ്ങനെ വിചാരിക്കാൻ പറ്റുന്നുള്ളതാണ്. എല്ലാ ജനങ്ങളും തനിക്ക് വോട്ട് ചെയ്യുന്നുള്ളത് ആ തെറ്റിദ്ധാരണയല്ലേ അത്? ഗൗതം തന്നെ ഇപ്പൊ ഒരു ഗൗതത്തിനടക്കം ഇപ്പൊ നാളെ സോഷ്യൽ മീഡിയയിൽ മാത്രം ഗൗതം അടിഞ്ഞുകൂടിയിരുന്നാൽ ഗൗതം വിചാരിക്കാൻ പോണത് സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളൊക്കെ റിയൽ ആണെന്ന് തോന്നുന്നു. നമുക്ക് സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ടാണെന്നൊക്കെ തോന്നും. പിന്നെ മാരാരൊരു പാവ മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞാലും മാരാര് നോക്കുമ്പോ എന്താ ബിഗ് ബോസിൽ ഫസ്റ്റ് കിട്ടി, അതിനുശേഷം മാരാര് കൊട്ടാരക്കരയിൽ എത്തുമ്പോൾ രാത്രി 12 മണി വരെ ആളുകള് മാരാർക്ക് വേണ്ടി ജയ് വിളിച്ചുകൊണ്ട് കാണാൻ വേണ്ടി നിൽക്കുന്നു. പക്ഷെ ഇത് അവിടുത്തെ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാര് 1000 രൂപയും ബിരിയാണിയൊക്കെ ഓഫർ ചെയ്തിട്ട് നിൽക്കണേന്നുള്ളത് പുള്ളിക്കറിയില്ലല്ലോ. ഗൗതം പാവം, മനസ്സിലായ? ഏഷ്യാറ്റിന് നാണക്കേടാണ്. കാരണം ഒരു ബിഗ് ബോസിൽ ഫസ്റ്റ് കിട്ടിയ ഒരാൾ വെറുതെ മറ്റേ ഒരു ട്രോഫി മേടിച്ച് കഷത്തി വെച്ച് നാളെ ഒരു പേപ്പറിൽ പോയി കഷത്തി വെച്ചിട്ട് എന്ത് ചെയ്തു, നേരെ വീട്ടിലേക്ക് കയറി പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവര് ക്രിയേറ്റ് ചെയ്ത ഒരു ഹൈപ്പാണ്. ആ ഹൈപ്പ് മനസ്സിലാക്കണം. അല്ലാതെ ജീവിതകാലം മുഴുവൻ ആ ഹൈപ്പ് ഉണ്ടാവില്ല. ഇവർ ആ ഹൈപ്പിലങ്ങ് ജീവിച്ചു പോയി. ഇപ്പൊ തന്നെ ഈ പാവത്തിന്റെ സങ്കടം എന്ന് വെച്ചാൽ പുള്ളി പറയണത് ആകെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, പ്രശ്നങ്ങളാണ്. ഇവിടെ തന്നെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ഒപ്പിടാൻ പറ്റാതെ ലാസ്റ്റ് ഒരുത്തന്റെ ബൈക്ക് ഞാൻ തടഞ്ഞു നിർത്തി ഹെൽമെറ്റ് പോലും വെക്കാതെ ബൈക്കിൽ 4:45 ഓടി 5 മണിക്ക് കളക്ടറേറ്റിലെത്തി ഒപ്പിട്ടു എന്നൊക്കെയാണ് സെന്റിമെന്റ്സ് ഒക്കെ. ഇതിന്റെ ഒന്നും ആവശ്യം. തീർച്ചയായിട്ടും എന്തായാലും മാരാറിന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ തുടരട്ടെ. അല്ല, എനിക്ക് മാരാരെ എനിക്ക് ആശംസകൾ നേരാനുള്ളത്. സമാജ്വാദി പാർട്ടിയിൽ മഹാരാജ് വെച്ചുവിളിക്കാനുള്ള സാധ്യതയുണ്ട്. സൈക്കിൾ അവരുടെ ചിഹ്നമാണ്, അത് മേടിക്കാനും മറക്കണ്ട, അങ്ങോട്ട് ചവിട്ടാനും മറക്കണ്ട.